Hi all, welcome to another class of financial derivatives and risk management. In this class, we are going to discuss about futures trading or trading in futures contract. ഓക്കെ, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യുന്നതിന് 5 സ്റ്റെപ്പുകളാണുള്ളത്. 5 പ്രൊസീജിയേഴ്സാണ് മെയിനായിട്ട് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ഫസ്റ്റ് വൺ, ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് എ ബ്രോക്കർ. ഓക്കെ, ഫോർവേഡ് കോൺട്രാക്റ്റ് പോലെയല്ല. എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിനുള്ള വ്യത്യാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും ഫ്യൂച്ചേഴ്സിൽ. അപ്പം ഈ ഫ്യൂച്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത്? കോൺട്രാക്ട് അല്ലെങ്കിൽ ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ നിയന്ത്രിക്കുന്നത്. സോ ദ സെല്ലർക്കും ബയ്യർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഡീഫോൾട്ട് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന്, എലിമിനേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? ദ ട്രേഡർ മസ്റ്റ് ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് എ ബ്രോക്കർ. ഓക്കെ, അപ്പം ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ട്രേഡർ, സെല്ലർ, ബയ്യർ ആണ് ട്രേഡർ എന്ന് പറയുന്നത്. സെല്ലേഴ്സിനെയും ബയ്യേഴ്സിനെയാണ് ട്രേഡർ എന്ന് പറയുന്നത്. ട്രേഡർ മസ്റ്റ് ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് എ ബ്രോക്കർ. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പ്രൊസീജിയർ, പ്ലേസിങ് ആൻ ഓർഡർ. ട്രേഡർ എന്ത് ചെയ്യണം? പ്ലേസ് ആൻ ഓർഡർ ഓഫ് ഫ്യൂച്ചർ ട്രേഡ്. ഓക്കെ, നമ്മൾ ഷെയർസ് ട്രേഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. നമ്മൾ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റും ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം? കോൾസ് ഹിസ് ബ്രോക്കർ ആൻഡ് ഇൻസ്ട്രക്ട്സ് ടു ബൈ. ഓക്കെ, once an investor decides to buy a certain contract, he calls his broker and instructs to buy the desired contract for him. The broker would send the message to his representatives on this exchange if there is an open outcry system, and would look for such a contract at the screen if it is screen-based trading. Once the deal is struck, the information of confirmation of the conclusion of the order shall reach the investor through the broker. Okay, എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻവെസ്റ്റ് ചെയ്ത് കഴിയാൻ തയ്യാറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം? അയാളുടെ കോൺട്രാക്ടറെ അല്ലെങ്കിൽ ബ്രോക്കർ എന്ത് ചെയ്യണം? കോൾ ചെയ്യണം. ഈ ബ്രോക്കർ വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പം ഈ ബ്രോക്കർ എടുത്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, എത്ര സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ എത്ര അണ്ടർലൈങ് അസറ്റാണ് വാങ്ങിക്കാൻ തയ്യാറായിട്ടുള്ളത്, എന്നത്തേക്കാണ് വാങ്ങിക്കാൻ തയ്യാറായിട്ടുള്ളത് തുടങ്ങിയ വിവരങ്ങളെല്ലാം നമ്മൾ ബ്രോക്കറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പറ്റിയ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യാണ്? ഏർപ്പെടാൻ നമ്മൾ തീരുമാനിക്കുന്നതാണ് പ്ലേസിങ് ആൻ ഓർഡറിൽ പറയുന്നത്. ഓക്കെ, എ ഫ്യൂച്ചർ ഓർഡർ ഒറിജിനേറ്റ്സ് വിത്ത് ദ കസ്റ്റമർ. ഫ്യൂച്ചർ ഓർഡർ എപ്പോഴാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? വിത്ത് ദ കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറയുന്നത് ട്രേഡർ. ഓക്കെ, എ ഫ്യൂച്ചർ ഓർഡർ ഈസ് സിംപ്ലി എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ executing broker. A customer or trader uses future order to instruct his broker exactly what to trade, means by what to buy or sell, when to trade and at what price. എത്ര വിലക്ക്, എന്ന്, എപ്പം, ബൈ ആണോ സെല്ലാണോ എന്നുള്ളത് പറയുന്ന ഇൻസ്ട്രക്ഷനെയാണ് എന്ത് പറയുന്നത്? ഫ്യൂച്ചർ ഓർഡർ എന്ന് പറയുന്നത്. Thus a future order refers to a set of instructions given to a broker by a trader requesting the broker to take certain actions in the future market on behalf of the customer. കസ്റ്റമറിന് പകരമായിട്ട്
എന്ത് ചെയ്യാണ്, ഫ്യൂച്ചർ മാർക്കറ്റിൽ കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ട്രേഡ് നടത്തുന്നതിന് റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പലതരത്തിലുള്ള ഓർഡർ ഉണ്ട്. എന്തൊക്കെ തരത്തിലുള്ളതെന്ന് പറയുന്നത് മാർക്കറ്റ് ഓർഡർ ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ഓർഡർ ഉണ്ട്, മാർക്കറ്റ് ഇഫ് ടച്ച്ഡ് ഓർഡർ, സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓൺ ഓപ്പൺ ഓർഡർ, മാർക്കറ്റ് ഓൺ ക്ലോസ് ഓർഡർ തുടങ്ങിയിട്ട് നിരവധി എന്തുണ്ട് ഫ്യൂച്ചർ ഓർഡേഴ്സ് ഉണ്ട്. അപ്പം ഫ്യൂച്ചർ ഓർഡർ എന്ന് പറയുന്നത് എന്താ, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ ട്രേഡർ ടു ഹിസ് ബ്രോക്കർ അബൌട്ട് ദ ട്രേഡ്. ഓക്കെ, അപ്പം അതിൽ എന്തൊക്കെ വരും, ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡ് വെൻ ടു ട്രേഡ് ആൻഡ് അറ്റ് വാട്ട് പ്രൈസ്, വാട്ട് ടു ട്രേഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരും, നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ എക്സ്ചേഞ്ച് ഡിറ്റർമൈൻസ് ദ സൈസ് ഓഫ് ദി കോൺട്രാക്ട്, how the price is to be quoted and limits on the amount by which the futures price can move in any one day. Okay, എക്സ്ചേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത്, സൈസ് ഓഫ് ദ കോൺട്രാക്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കാരണം എക്സ്ചേഞ്ചിലുള്ള ഡിമാൻഡിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് നിശ്ചയിക്കുന്നത്. അതായത് മാർക്കറ്റ് ഫോഴ്സസ് ആയ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചർ പ്രൈസ് നിശ്ചയിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ മാർജിൻ അക്കൗണ്ടിൽ പ്രൈസ് എന്ത് ചെയ്യും, വേരിയേഷൻസ് വരുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് എന്താ പറയുന്നത്, ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് എ ബ്രോക്കർ. സെക്കൻഡ്, പ്ലേസിങ് ആൻ ഓർഡർ. ഓക്കെ, പ്ലേസിങ് ആൻ ഓർഡർ ആണ് സെക്കൻഡ് പറഞ്ഞിട്ടുള്ളത്. ഇനി തേർഡ് എന്ന് പറയുന്നത് റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസിൻ്റെ റോളാണ്. ഓക്കെ, ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയറിംഗ് ഹൗസ് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ഫോർ ബയ്യർ ആൻഡ് സെല്ലർ. ഓക്കെ, clearing house act as an intermediary in between buyer and seller for each contract. If one of the parties fail to commit the obligations, okay, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്, ക്ലിയറിംഗ് ഹൗസ് ആണ് ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലിയറിംഗ് ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Then the two parties in a future contract have no worry because of the guarantee of the clearing house. The main function of the clearing house is to guarantee the performance of the contract. കോൺട്രാക്റ്റിൻ്റെ എന്ത് ചെയ്യുക, പെർഫോമൻസ് ഗ്യാരണ്ടി ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ, ക്ലിയറിംഗ് ഹൗസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയറിംഗ് ഹൗസ് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ബയ്യർ ആൻഡ് സെല്ലർ ഇൻ ഈച്ച് കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഡീഫോൾട്ട് റിസ്ക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട വ്യക്തി എന്താ പറയുക, അത് ക്യാരി ഫോർവേഡ് അല്ല അത് കണ്ടിന്യൂ ചെയ്യുന്നത് ബുദ്ധിമുട്ടാവുകയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡീഫോൾട്ട് റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ക്ലിയറിംഗ് ഹൗസ് മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ദെൻ ക്ലിയറിംഗ് ഹൗസിനുള്ള ഒരു എക്സാമ്പിളാണ് എന്ന് പറയുന്നത് NSCCL. NSCൻ്റെ ക്ലിയറിംഗ് ഹൗസ് ആണ് എന്ന് പറയുന്നത്, NSCൻ്റെ ക്ലിയറിംഗ് ഹൗസ് ആണ് എന്ന് പറയുന്നത് NSCCL, നാഷണൽ സെക്യൂരിറ്റീസ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ആക്ട് ആസ് ദ ക്ലിയറിംഗ് ഹൗസ് ഓഫ് NSC. ഓക്കെ, the clearing house has a number of members called clearing brokers. Clearing house has a number of members called clearing brokers. Brokers who are not members of the clearing house have to transact their futures through a member of the clearing house. അപ്പം എന്തുണ്ട്, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ട് ക്ലിയറിംഗ് ഹൗസിൽ, അവരെയാണ് എന്ത് പറയുന്നത്, ക്ലിയറിംഗ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലറുമായിട്ട് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നതും എന്താ പറയുന്നത്, അസറ്റ് ഡെലിവർ ചെയ്യുന്നതുമൊക്കെ ആരാണ്, ക്ലിയറിംഗ് ഹൗസ് ആണ്. അതുപോലെ തന്നെ ബയ്യറുമായിട്ട് സംസാരിക്കുന്നതും ബയ്യറുടെ ഓൺ ബിഹാഫ് ഓഫ് ബയ്യർക്ക് പകരമായിട്ട് ബയ്യറുടെ കാര്യങ്ങൾ ക്ലിയറിംഗ് ഹൗസ് ചെയ്യുന്ന കോൺട്രാക്റ്റിൽ ചെയ്യുന്നതൊക്കെ ആരെ തന്നെയാണ്, ക്ലിയറിംഗ് ഹൗസ് ആണ്. അപ്പം ക്ലിയറിംഗ് ഹൗസ് ബയ്യർക്ക് പകരമായിട്ടും സെല്ലർക്ക് പകരമായിട്ടും പ്രവർത്തിക്കുന്ന ഒരു ഏജൻ്റാണ് അല്ലെ ഇൻ്റർമീഡിയറി ആണ് എന്ന് പറയുന്നത് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പം ക്ലിയറിംഗ് ഹൗസിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എൻഷുർ ദ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. ഓക്കെ, കോൺട്രാക്റ്റ് എന്താണ് വിട്ടുപോവാതെ അല്ലെങ്കിൽ അത്
വഴിയിൽ വെച്ച് നിന്നു പോകാതെ, സ്റ്റോപ്പായി പോവാതെ പ്രവർത്തിക്കുക, ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് ക്ലിയറിംഗ് ഹൗസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയറിംഗ് ഹൗസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം മെയിൻ ഫങ്ഷൻ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ് ഈസ് ടു എലിമിനേറ്റ് ദ റിസ്ക് ദാറ്റ് സം വൺ അറ്റ് സം സ്റ്റേജ് വുഡ് ഫെയിൽ ടു ഹോണർ ദെയർ പാർട്ട് ഓഫ് ദി കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡീഫോൾട്ട് റിസ്ക്, അതായത് പാർട്ടീസ്, അതായത് സെല്ലർ ആണെങ്കിലും ബയ്യർ ആണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഫെയിൽ, അവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യുന്നതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ഉണ്ടാവുന്ന റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിയറിംഗ് ഹൗസ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡീഫോൾട്ട് റിസ്ക് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ ഇറ്റ് പ്രൊവൈഡ്സ് എ ക്വിക്ക് ആൻഡ് സിമ്പിൾ വേ ഫോർ ട്രേഡേഴ്സ് to settle their contract. Clearing house provides a quick and simple way for traders, that is buyers and sellers, to settle their contract. Then it simplifies deliveries against futures contracts by matching deliveries by short to open. Okay, clearing house simplifies deliveries against futures contracts by matching deliveries by shorts to open. Then തേർഡ് പറയുന്നത് എന്താ? ഇറ്റ് പ്രൊവൈഡ്സ് യൂണിഫോം ആൻഡ് കണ്ടിന്യൂസ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡീഫോൾട്ട് ഓൺ കോൺട്രാക്ട്സ് ബൈ ഗ്യാരണ്ടിയിങ് പെർഫോമൻസ് ഓഫ് ദി പാർട്ടീസ് ടു ദി കോൺട്രാക്ട്. ഫോർത്ത്, ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് സെറ്റിൽസ് ദ ഡേ ടു ഡേ ട്രേഡിംഗ് റിസൾട്ട്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത മാർക്കിംഗ് ടു മാർക്കറ്റ്. Then it acts as a legal counterparty to the buyer as well as to the seller. ഓക്കെ, എന്താണ്? ഓൺ ബിഹാഫ് ഓഫ് ബയ്യർക്ക് പകരമായിട്ടും ഓൺ ബിഹാഫ് ഓഫ് സെല്ലറും ആര് തന്നെയാണ്? ക്ലിയറിംഗ് ഹൗസ് ആണ്. ബയ്യറും സെല്ലറും തമ്മിൽ എന്തില്ല? കോണ്ടാക്റ്റ് ഒന്നും തന്നെ ഇല്ല. ആരുമായിട്ടാണ്? ക്ലിയറിംഗ് ഹൗസുമായിട്ടാണ് കോണ്ടാക്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലീഗൽ കൗണ്ടർ പാർട്ടി എന്ന് പറയുന്ന ആരാണ്? ക്ലിയറിംഗ് ഹൗസ് ആണ്, ബയ്യറുടെ കേസിലും സെല്ലറുടെ കേസിലും. ഓക്കെ, ഇത്രയാണ് ക്ലിയറിംഗ് ഹൗസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഫോർത്ത് പ്രൊസീജിയർ ഓഫ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്താണ്? ഡെയിലി സെറ്റിൽമെൻ്റ് ആണ്. ഓക്കെ, ഡെയിലി സെറ്റിൽമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ സെറ്റിൽമെൻറ്റ് നടക്കുന്നത് ഡെയിലി ബേസിസിലാണ്, അതായത് മാർക്കിംഗ് ടു മാർക്കറ്റ് ആണ് അല്ലേ. ഇപ്പം മാർജിൻ അക്കൗണ്ടിൽ നമ്മുടെ ഫ്യൂച്ചേഴ്സ് പ്രൈസിനനുസരിച്ച് എന്ത് ചെയ്യും? വേരിയേഷൻസ് സംഭവിക്കും. ഈ വേരിയേഷൻസ് അനുസരിച്ച് നമ്മൾ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് അല്ലേ. എത്ര തരത്തിലുള്ള മാർജിൻ ഉണ്ട്? ഇനീഷ്യൽ മാർജിൻ ഉണ്ട്, മെയിൻ്റനൻസ് മാർജിൻ ഉണ്ട്, വേരിയേഷൻ മാർജിൻ ഉണ്ട്. അപ്പം ഈ മാർജിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾ അത് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവേണ്ടതാണ്. അതാണ് ഡെയിലി സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡെയിലി സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് 5 to 10% ആയിരിക്കും നോർമലി ഉണ്ടാവുന്നത്. മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത് 75% ഓഫ് ഇനീഷ്യൽ മാർജിൻ ആണ്. ദെൻ വേരിയേഷൻ മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പം ഇതാണ് ഇവിടെ പറയുന്നത് ഡെയിലി സെറ്റിൽമെൻ്റ് ആണ്. ഏതിൽ കേസിൽ ഡെയിലി സെറ്റിൽമെൻറ്റ് നടക്കുന്നതാണ്? ഫസ്റ്റ് തന്നെ നമ്മൾ ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് ബ്രോക്കർ. രണ്ടാമത് നമ്മൾ ബ്രോക്കർക്ക് എന്ത് ചെയ്തു? ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. ദെൻ മൂന്നാമത് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ക്ലിയറിംഗ് ഹൗസ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലിയറിംഗ് ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ക്ലിയറിംഗ് ഹൗസാണ് നമ്മുടെ കൗണ്ടർ പാർട്ടി. ദെൻ നാലാമത് നമ്മൾ ഡെയിലി സെറ്റിൽമെൻ്റ് ആണ് നടത്തുന്നത്. ഡെയിലി സെറ്റിൽമെൻറ്റ് നടത്തുന്നത് ക്ലിയറിംഗ് ഹൗസ് ആണ്. എന്തിൻ്റെ ബേസിലാണ്? നമ്മുടെ മാർജിൻ അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെറ്റിൽ ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചർ പ്രൈസിനനുസരിച്ച്, ഫ്യൂച്ചർ പ്രൈസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമ്മുടെ മാർജിൻ അക്കൗണ്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ വേരിയേഷൻ മാർജിൻ നമ്മൾ അടച്ചിരിക്കണം. അതിനനുസരിച്ച് ഇനീഷ്യൽ മാർജിനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡെലിവറി ആൻഡ് ക്യാഷ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, നമ്മൾ നോർമലി ഫോർവേഡ് കോൺട്രാക്റ്റ് ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ അസറ്റ് ഡെലിവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റ് ഒക്കെ സെറ്റിൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നത്? നോൺ ക്യാഷ് സെറ്റിൽമെൻറ്റ് ബേസിസിലാണ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് നോൺ ക്യാഷ് സെറ്റിൽഡ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് പെർമിറ്റ് ഡെലിവറി ഓൺ എനി ബിസിനസ് ഡേ ഓഫ് ദ ഡെലിവറി മന്ത്. നമ്മളിപ്പോൾ മാർച്ചിലാണ് നമ്മൾ ഡെലിവറി മന്ത് എങ്കിൽ മാർച്ചിലെ ഏത് ബിസിനസ് ഡേയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെലിവറി ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. ഓക്കെ,
usually delivery is a 3-day sequence beginning 2 business days prior to the first possible delivery day. അപ്പം 3 ദിവസത്തെ മെയിനായിട്ട് മൂന്ന് ദിവസത്തെ പ്രോസസ്സാണ് എന്ന് പറയുന്നത് യൂഷ്വലി ഡെലിവറി എന്ന് പറയുന്നത്. The clearing member firm report to the clearing house those of their customers who hold long position. The clearing member firm report to the clearing house those of their customers who hold long position 2 business days before the intended delivery day. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെലിവറി ഡേക്ക് തൊട്ട് മുമ്പത്തെ 2 ബിസിനസ് ഡേയ്സിൽ ദ ഹോൾഡർ ഓഫ് എ ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെല്ലർ ഹു ഇൻറ്റൻഡ് ടു മേക്ക് ഡെലിവറി നോട്ടിഫൈസ് ദ ക്ലിയറിംഗ് ഹൗസ് ഓഫ് ഇറ്റ്സ് ഡിസയർ ടു ഡെലിവർ. ദിസ് ഡേ ഈസ് കോൾഡ് ദ പൊസിഷൻ ഡേ. നമ്മളെ സെല്ലർ വിൽക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ദിവസം അതാണ് പൊസിഷൻ ഡേ. ഓൺ ദ നെക്സ്റ്റ് ബിസിനസ് ഡേ കോൾഡ് ദ നോട്ടീസ് ഓഫ് ഇൻറ്റൻഷൻ ഡേ, the exchange select the holder of the oldest long position to receive delivery. ബയ്യർ എന്ത് ചെയ്യുന്നതാണ്, എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഇൻറ്റൻഷൻ ഡേ എന്ന് പറയുന്നത്, നോട്ടീസ് ഓഫ് ഇൻറ്റൻഷൻ ഡേ എന്ന് പറയുന്നത്. ദെൻ 3 ഡേയ്സിൻ്റെ സീക്വൻസ് ആണ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡെലിവറി എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നതാണ് പെർമിഷൻ കൊടുക്കുന്നത്, അതായത് നമ്മുടെ സെല്ലർ പെർമിഷൻ കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അതിനാണ് ഇൻറ്റൻറ്റഡ് ഡെലിവറി ഡേ എന്ന് പറയുന്നു. ദെൻ ഇൻറ്റൻഷൻ ഡേ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ബയ്യറെ കണ്ടുപിടിക്കുന്ന ദിവസമാണ്. ദെൻ തേർഡ് ഡേ എന്ന് പറയുന്നത് ഡെലിവറി ഡേ. ഡെലിവറി ടേക്സ് പ്ലേസ് ആൻഡ് ദ ലോങ് പേസ് ദ ഷോർട്ട്. ഓക്കെ, ലോങ് പൊസിഷനിലുള്ള ഷോർട്ട് പൊസിഷനിലുള്ള ആൾക്ക് ക്യാഷ് കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് ഡെലിവറി ഡേ എന്ന് പറയുന്നത്. അപ്പം ഈ 3 ഡേയിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഏതിൽ? നോൺ ക്യാഷ് സെറ്റിൽഡ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൽ. ഓക്കെ, ദെൻ ഓൺ ക്യാഷ് സെറ്റിൽഡ് കോൺട്രാക്ട് സച്ച് എ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, the settlement price on the last trading day is fixed at the closing spot price of the underlying instrument, such as the stock index. All contracts are market to market on that day and the position are deemed to be closed. It may be noted that about 99% of all futures contracts are not delivered or cash settled. Most traders close out their positions prior to expiration through a process called offsetting, that is settle by difference in cash. സെറ്റിൽമെൻറ്റ് ഡേയിലല്ല, ഇല്ലെങ്കിൽ എക്സ്പയറി ഡേയിലല്ല മോസ്റ്റ് ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്റ്റും എന്ത് ചെയ്യുന്നത്, എക്സ്പയർഡ് ആവുന്നത്. എങ്ങനെയായിരിക്കും? അതിന് മുമ്പേ ഓഫ്സെറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എക്സ്പയർ ആവുന്നത്. ഓഫ്സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽ ബൈ ഡിഫറൻസ് ഇൻ ക്യാഷ്, അതായത് മാർജിൻ അക്കൗണ്ടിലെ ഡിഫറൻസ് ക്യാഷ് എന്ത് ചെയ്യുന്നത്, കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോൺട്രാക്റ്റ് ഒഴിവാക്കുന്നത്. അതാണ് ഇതിൽ പറയുന്നത്, ഈ പ്രൊസീജിയറിൽ പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യങ്ങൾ. ഇത്രയാണ് ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ നോക്കിയിട്ടുള്ളത് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ആണ്. ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിന് 5 സ്റ്റെപ്സ് ആണല്ലോ. ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് എ ബ്രോക്കർ, പ്ലേസിംഗ് ആൻ ഓർഡർ, റോൾ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ്, ഡെയിലി സെറ്റിൽമെൻറ്റ്, ഡെലിവറി ആൻഡ് ക്യാഷ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, താങ്ക് യു.